അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വകഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. റബ്ബി ശറഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. അൽഹംദുലില്ലാഹ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ ഈ നിമിഷം വരെ വന്നുപോയ സർവ്വ അപരാധങ്ങളും കരുണക്കടലായ പടച്ച റബ്ബ് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ഇനിയുള്ള കാലം അള്ളാഹുവിൻ്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ഈമാനോടുകൂടി ഷഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞ് വെള്ളിയാഴ്ച രാവിലോ പകലിലോ ഒരു ഷഹീദിനെ പോലെ യാത്രയാകാൻ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസം നാം ഇന്ന് ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്തെങ്കിലും പോരായ്മകൾ വന്നുപോയിട്ടുണ്ടെങ്കിൽ കരുണക്കടലായ പടച്ച റബ്ബ് പുറത്തു മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ദിനം പോലും മുടങ്ങാതെ മാസങ്ങളായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അല്ലാഹു നാളെ മീസാൻ എന്ന ത്രാസിൽ നന്മയുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, നാം ഇന്ന് പഠിക്കുന്ന ഹദീസ് അൻ അബീ ഹുറൈറത റളിയല്ലാഹു തആല അൻഹു അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ഷഹിദൽ ജനാസത ഹത്താ യുസല്ലി അലൈഹാ ഫലഹു ഖീറാത്തുൻ വമൻ ഷഹിദഹ ഹത്താ തുദ്ഫനു ഫലഹു ഖീറാത്താനി ഖീല വമൽ ഖീറാത്താനി ഖാല മിസ്ലുൽ ജബലൈനിൽ അദീമൈനി. മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി മഹാനായ സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ആരെങ്കിലും ജനാസയിൽ പങ്കെടുക്കുകയും ജനാസ നമസ്കാരം നടക്കുന്നതുവരെ കൂട്ടത്തിൽ കഴിയുകയും ചെയ്താൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിൽ അധികം പേരും ആരെങ്കിലും മരണപ്പെട്ട് കഴിഞ്ഞാൽ മയ്യത്ത് കാണാൻ പോകുന്നവരാ. എന്നാൽ അവിടെ ചെന്ന് മയ്യത്ത് കണ്ടിട്ട് പെട്ടെന്ന് തിരക്ക് കാരണം തിരിച്ചു പോകുന്നവരാ. എങ്കിൽ അധികം പേരും അതിനടുക്കൽ നിൽക്കുകയും മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുക്കുകയും മയ്യത്ത് കുളിപ്പിക്കുകയും കഫം പൊതിയുകയും കബറടക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പലരും പങ്കെടുക്കാറില്ല. പെട്ടെന്ന് തിരക്ക് കാരണം കണ്ടുപോകാറില്ല. എങ്കിലും മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ മരണപ്പെടുകയും നീ ജനാസ നമസ്കാരം നടക്കുന്നത് വരെ അവിടെ നിൽക്കുകയും ചെയ്താൽ, മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു ഖീറാത്ത് പ്രതിഫലം അല്ലാഹുവിന് നൽകുമെന്ന് മഹാനായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു മനുഷ്യന് ജനാസയിൽ പങ്കെടുത്ത് മറവ് ചെയ്യുന്നതുവരെ, ആദ്യം പറഞ്ഞു മയ്യത്ത് കണ്ടു മയ്യത്ത് നമസ്കരിക്കുന്നത് വരെ നിന്നാൽ ഒരു ഖീറാത്ത്. എന്നിട്ട് പ്രവാചകൻ പറയുന്ന 2, ഇനി മയ്യത്ത് നമസ്കാരം കഴിഞ്ഞു മറവ് ചെയ്യുന്നതുവരെ കൂട്ടത്തിൽ കഴിഞ്ഞാൽ അവന് 2 ഖീറാത്ത് പ്രതിഫലം നൽകപ്പെടും. എന്നിട്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് പറയുമ്പോൾ പ്രവാചകനോട് സഹാബത്ത് ചോദിച്ചു, എന്താ നബിയെ ഈ 2 ഖീറാത്ത് എന്താണെന്ന് തങ്ങളോട് ചോദിക്കപ്പെട്ടപ്പോൾ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 2 വലിയ മലകൾക്ക് തുല്യമായ പ്രതിഫലമാണ്. ഒരു റിവായത്തിൽ വരുന്നു, അതിൽ ഏറ്റവും ചെറുത് ഉഹദ് മലയോളമാണെന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ഒരു മയ്യത്ത് നമസ്കാരം, ഒരു മയ്യത്ത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ജനാസയിൽ പങ്കെടുക്കുകയും ജനാസ നമസ്കാരം നടക്കുന്നതുവരെ അവിടെ നിൽക്കുകയും അതുപോലെ തന്നെ ഖബറടക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കാമെന്ന് പറഞ്ഞ പ്രതിഫലം ഉഹദ് മലയേക്കാൾ വലിപ്പമുള്ളതാണെന്ന് ഈ ഹദീസ് നമുക്ക് പഠിപ്പിച്ചു തരികയാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അൻ ആയിഷത റളിയല്ലാഹു തആല അൻഹാ അനി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മാ മിൻ മയ്യിത്തിൻ യുസല്ലി അലൈഹി ഉമ്മത്തുൻ മിനൽ മുസ്ലിമീന യബ്ലുഗൂന മിഅതൻ കുല്ലുഹും യശ്ഫഊന ലഹു ഇല്ലാ ശുഫിഉ ഫീഹി. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ഏതെങ്കിലും ഒരു മയ്യത്തിൻ്റെ മേൽ 100 പേരുള്ള മുസ്ലിമീങ്ങളുടെ ഒരു സംഘം ജനാസ നമസ്കരിക്കുകയും അവർ മയ്യത്തിന് വേണ്ടി ശുപാർശ ചെയ്യുകയും ചെയ്താൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പലരും മരണപ്പെടുമ്പോൾ മയ്യത്ത് നമസ്കരിക്കാൻ ഒരുപാട് പേര് പള്ളികൾ
നിറയെ ആൾ കൂടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ലോക്ക്ഡൗണിൻ്റെ സമയത്ത് പോലും പലരും മരണപ്പെടുമ്പോൾ അൽഹംദുലില്ലാ വലിയ അത്ഭുതം, എത്രയോ പേര് മയ്യത്ത് നമസ്കരിക്കാറുണ്ട്. എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മുസ്ലിമീങ്ങളായ മുഅ്മിനീങ്ങളായ 100 പേര് ഒരാൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുകയും അദ്ദേഹത്തിന് വേണ്ടി അള്ളാഹുവിനോട് പാപമോചനം തേടുകയും ചെയ്താൽ അവരെല്ലാവരും ആ മനുഷ്യന് വേണ്ടി അള്ളാഹുവിന് നീ പുറത്തു കൊടുക്കണ റഹ്മത്തിന് വേണ്ടിയൊക്കെ ദുആ ചെയ്യാറുണ്ട് മയ്യത്ത് നമസ്കാരത്തിൽ. അതാണല്ലോ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യലാണല്ലോ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. മയ്യത്ത് നമസ്കാരത്തിൽ തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞു അവിടുന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ സ്വലാത്ത് കഴിഞ്ഞാൽ പിന്നെ ദുആ. അപ്പോൾ 100 പേര് ഒരു മയ്യത്ത് നമസ്കാരത്തിൽ പങ്കെടുത്ത് അവിടുന്ന് ദുആ ചെയ്യുകയും ചെയ്താൽ അള്ളാഹുവരുടെ ശുപാർശ സ്വീകരിക്കുക തന്നെ ചെയ്യുമെന്ന് മഹാനായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ 100 പേർ അവിടുന്ന് ദുആ ചെയ്ത് കഴിഞ്ഞാൽ ആ ദുആയ്ക്ക് ഉത്തരമുണ്ട്. അള്ളാഹു അങ്ങനെയുള്ള നല്ല അള്ളാഹു ആദരിച്ചവർ, അള്ളാഹു ഇഷ്ടപ്പെട്ടവർ മയ്യത്ത് നമസ്കരിക്കുന്ന ഒരു നല്ല മരണം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അൻ അബ്ദുല്ലാഹി ഇബ്നു അംർ അൻ അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹു ഖാല മൻ അസ്സ മുസീബതൻ ഫലഹു മിസ്ലു അജ്റുഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി മഹാനായ അബ്ദുല്ലാ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ആരെങ്കിലും ആപത്തിൽ അകപ്പെട്ട മനുഷ്യനെ സ്വാന്തനപ്പെടുത്തിയാൽ ആപത്തിൽ അകപ്പെട്ടവന് ലഭിക്കുന്ന പ്രതിഫലം അള്ളാഹു ഇവനും കൊടുക്കുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആപത്തിൽ അകപ്പെട്ടു പോയി ഒരു മനുഷ്യന് മരണം സംഭവിച്ചു പോയി, മക്കൾ മരിച്ചുപോയി, മാതാപിതാക്കൾ മരിച്ചുപോയി, കൂടപ്പുറപ്പുകൾ മരിച്ചുപോയി, അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രയാസങ്ങൾ, മാരക രോഗങ്ങൾ, ദുരന്തങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ വന്നാൽ അള്ളാഹുവിൻ്റെ പരീക്ഷണം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യന് സമാധാനം നൽകാൻ അള്ളാഹു നിങ്ങളെ കൈവിടില്ല. നിങ്ങളുടെ പ്രയാസങ്ങൾ മാറ്റും. പടച്ചവൻ നിങ്ങൾക്ക് സ്വർഗം തരും. മക്കൾ മരണപ്പെട്ടു പോയ മാതാപിതാക്കളോട് പടച്ചവൻ നിങ്ങൾക്ക് സ്വർഗം തരും. നിങ്ങളുടെ കണ്ണീരിന് പകരം അള്ളാഹു പാപം പൊറുക്കും. ഇതുപോലെ മനുഷ്യന് സമാധാനം കിട്ടുന്ന കാര്യങ്ങൾ, ജീവിതത്തിൽ പ്രയാസത്തിലും ദുഃഖത്തിലും ദുരിതത്തിലും കഴിയുന്ന ഒരു മനുഷ്യന് നമ്മുടെ ഒരു നല്ല വാക്കുകൊണ്ട് ആ മനുഷ്യനൊരു സമാധാനം കൊടുക്കാൻ കഴിഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മനുഷ്യൻ അള്ളാഹു എന്ത് പ്രതിഫലമാണോ മകൻ മരിച്ചവൻ അല്ലെങ്കിൽ പ്രയാസത്തിൽ കിടക്കുന്ന ഒരു മനുഷ്യന് അള്ളാഹു കൊടുക്കുന്ന അതേ പ്രതിഫലം ആ പ്രയാസത്തിൻ്റെ സമയത്തിരിക്കുന്ന മനുഷ്യൻ്റെ മനസ്സിലൊരു സമാധാനം കൊടുക്കുന്നവന് അള്ളാഹു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എൻ്റെ പ്രിയപ്പെട്ടവരെ, കാരുണ്യം ചെരിയുക, കരുണ കാണിക്കുക, ദയ കാണിക്കുക. അല്ലാതെ എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രയാസത്തിൽ കഴിയുന്നവനെ, രോഗിയായി കിടക്കുന്നവനെ സന്ദർശിച്ചിട്ട് പടച്ചവനെ നീ മരിച്ചു പോകുമെന്ന് പറയുന്ന അവസ്ഥ, വേദനയുണ്ടാക്കുന്ന അവസ്ഥ, എൻ്റെ വീടിൻ്റെ അവിടെ ഇങ്ങനെ ഒരാൾ ചെയ്തു മരണപ്പെട്ടു പോയി എന്ന് പറഞ്ഞുകൊണ്ട് രോഗിയെ ഭയപ്പെടുത്തലല്ല, അവൻ്റെ മനസ്സിന് വേദനയും പ്രയാസവും കൊടുക്കലല്ല. സമാധാനിപ്പിക്കുക, റബ്ബ് നിങ്ങളെ കൈവിടില്ല, പടച്ചവൻ നിങ്ങളെ സഹായിക്കും, ദുആ ചെയ്യ്, അള്ളാഹുവിൽ പ്രതീക്ഷ വെക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിന് സമാധാനമാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല വലിയ വലിയ പരീക്ഷണങ്ങൾ, മാരക രോഗങ്ങൾ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരവസാനമില്ലാതെ പടച്ച റബ്ബിൻ്റെ പരീക്ഷണങ്ങൾ നമ്മളെ തേടി വന്നുകൊണ്ടിരിക്കുകയാ, ഒന്നിനും ഒരവസാനം കാണുന്നില്ല. അള്ളാഹുവിൻ്റെ കാരുണ്യം നമ്മളെ മേൽ വർഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി പ്രഭാഷണമുണ്ട്. എല്ലാവരും കേൾക്കുകയും പഠിക്കുകയും പങ്കാളികളാവുകയും എല്ലാവരും അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ സ്വർഗത്തിന് വേണ്ടി പരിശ്രമിക്കുക. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിലാക്കി സന്തോഷവും സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈമാനുള്ള ഒരു മരണം അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഇതിനുവേണ്ടി രാപ്പകലുകൾ കഷ്ടപ്പെടുന്ന ഒരുപാട് ചെറുപ്പക്കാർ അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട ദുആയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും മറക്കാതെ നിങ്ങൾ ഉൾപ്പെടുത്തണം, ദുആ ചെയ്യണമെന്ന വസിയ്യത്തോടെ വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.